20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. ഇവള് കരക്കാരുടെ വീട്ടില് പാത്രം കഴുകിയാണ് കുടുംബം നോക്കിയത്. അത് കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട്. കൂടെ അത് ഓർക്കുമ്പോ എനിക്ക് വിഷമം. കൂടാത്തതിന് ജോസ് പ്രകാശ് ചുമ. ജോസ് പ്രകാശിന്റെ ചുമ. ജോസ് പ്രകാശ് ആരാ? വില്ലൻ ചുമയുണ്ടെന്ന്. അങ്ങനെ അഖിലിന്റെ കയ്യിൽ 500 രൂപ എടുക്കാറുണ്ടാവോ? ഈ ബോക്സിലേക്ക് നമ്മൾ ഈ എമൗണ്ട് ഒന്ന് വെക്കുകയാണ്. ഞാനത് ശ്വേത ചേച്ചിയുടെ കയ്യിലേക്ക് തരികയാണ്. എടുക്കട്ടെ. എൻ്റെ ലൈഫിൽ നടന്ന ഒരു സംഭവം ഞാൻ ചുമ്മാ ഒരു ചാർട്ട് പേപ്പറിനകത്ത് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. സീരിയൽ നമ്പർ വെറുതെ ഒന്ന് നോക്കിക്കോളൂ. 0463. Hello everyone and welcome to Comedy Masters. ഇന്ന് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ട സിനിമ നടൻ, ഇഷ്ടപ്പെട്ട സിനിമ നടി, അങ്ങനെയൊക്കെയല്ലേ പറയുന്നേ. പക്ഷെ എപ്പോഴും വെറൈറ്റി ആയിട്ട് വരുന്ന ആളാണ്. ആരാണ്? ഞാൻ അപ്പൊ അതിന് എന്റെ വെറൈറ്റിയിൽ എന്റെ തലയിൽ ഉദിച്ച ഒരു കാര്യമാണ് നിങ്ങളെ ഇഷ്ടപ്പെട്ട സിനിമയിലെ വില്ലൻ. കിടിലല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വില്ലുണ്ട് ഇപ്പോഴും. വെള്ളക്കൊട കാറ് വന്ന് നിൽക്കും, വെള്ളക്കൊട വരും, അതിനകത്തൂടെ വെള്ള വാച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പേരെന്നായിരുന്നു? നരേന്ദ്ര ഷെട്ടി. അതുപോലൊരു വില്ലുണ്ട് ജോണി വാക്കറിലെ മറ്റേ പുള്ളിയില്ലേ, കാതില് കമ്മലൊക്കെ ഇട്ടിട്ട് ആ പുള്ളിയെ വണ്ടി സാമി കോളേജ് സീക്വൻസുകളിലൊക്കെ ആ പുള്ളിയുടെ വണ്ടി കാണുമ്പോഴേ പോലെ വരുന്നുണ്ട്. കൊള്ളാം. ശ്രീവിദ്യ? എനിക്ക് സ്ഫടികത്തിലെ ചാക്കോ മാഷ് ആദ്യ വില്ലനാണല്ലോ, പിന്നെയല്ലേ ഇത് ആവുന്നേ. തിലകൻ സാറിന്റെ മിക്ക കഥാപാത്രങ്ങളും അങ്ങനത്തെ ഒരു ഷെയ്ഡ്സ് ആണോ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, തിലകൻ ചേട്ടൻ ചെയ്യുന്ന വില്ലൻ ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടം. പെരുന്തച്ചനിലൊരു നെഗറ്റീവ് ഷെയ്ഡ് ഇല്ലേ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കുള്ള ഇഷ്ടമുള്ള വില്ലൻ ഞാൻ ചെറുതായിരുന്നപ്പോഴേ എനിക്ക് ഷാരൂഖ് ഖാനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷാരൂഖ് ഖാൻ ഡറുണ്ട്, ബാസിഗർ. ഡറിനൊക്കെ പിന്നീടാ കണ്ടത്. പിന്നെ ബാസിഗറിലാണ് എനിക്ക് പുള്ളി ഭയങ്കര ഹീറോ ആൻഡ് വില്ലനായിട്ട് കണ്ടുള്ളത്. അന്ന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് വില്ലനിസം കാണിക്കുമ്പോഴും ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവായിരുന്നു. എനിക്ക് നമുക്ക് ഈ വില്ലന്മാരെ കൊല്ലണം, അതാണല്ലോ നമുക്ക് ഇഷ്ടം. എനിക്ക് മുതൽവൻ സിനിമയിലെ രഘുവരൻ ഒളിച്ചടിക്കുക വില്ലന്റെ അടുത്ത് ഇഷ്ടം. പിന്നെ അതുപോലെ ദേഷ്യം തോന്നിയ വില്ലനായിരുന്നു കീരിക്കാടൻ ജോസ്. ഒരാളെ ജീവിതം തകർത്തിട്ട്. ഒരു മിനിറ്റ്, ഇതെല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ധാരാവിയിലേക്ക് പോകേണ്ടത്. അല്ലല്ല, ധാരാവിയല്ല, ഞാൻ മലയാളത്തിന്റെ കാര്യം തന്നെ പറയാൻ പോണം. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ നമ്മൾ ഓപ്പൺ തിയേറ്റർ, അച്ഛൻ എയർഫോഴ്സ് ഓഫീസർ ആയിരുന്നു. അപ്പൊ ഓപ്പൺ തിയേറ്ററിൽ നമ്മൾ സിനിമ കാണുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ ആഴ്ചയിലോ അല്ല മാസത്തിലൊരു പ്രാവശ്യമാണ് ഈ റീജിയണൽ ലാംഗ്വേജ് സിനിമകൾ വരിക. മലയാളം സിനിമ വന്നപ്പോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ആ സിനിമ ഞാൻ മറക്കൂല. ഓപ്പോളില് ബാലൻ കെ നായർ. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അങ്കിളിനെ കാണുമ്പോ. കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഓഫ് കോഴ്സ് ഞാൻ അഭിനയിക്കാൻ വന്നപ്പോ ഞാൻ അങ്കിളിനെ കണ്ടു. ഞാൻ കുറേ സമയം എടുത്തു അങ്കിളിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാൻ. അതൊരു പിന്നെ ഓഫ് കോഴ്സ് ഞാൻ ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇവരെല്ലാരും പരിചയപ്പെട്ടപ്പോ എനിക്ക് മനസ്സിലായി ഇവരെല്ലാരും പാവന്മാരാണ്. ഇപ്പൊ നമ്മുടെ ഈ കിലുക്കത്തില് ശരത് സക്സേന സർ, അവരെല്ലാരും കാണുമ്പോ ദേ ആർ സോ ഗുഡ്. പക്ഷെ ബാലൻ കെ നായർ ഞാൻ മറക്കൂല. എനിക്ക് ഭയങ്കര പേടിയുണ്ട്. നമ്മൾ റീജിയണൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ മലയാളം എടുത്തു. പക്ഷെ ഇപ്പൊ ശ്വേതേച്ചിനോട് ചോദിക്കുകയാണെങ്കിൽ വേറെ ലാംഗ്വേജസിൽ നോക്കുകയാണെങ്കിലോ, തമിഴോ ഹിന്ദിയോ അങ്ങനെ ഏതെങ്കിലും നോക്കുകയാണെങ്കിൽ വില്ലൻ ഈ പറയുന്ന പോലെ ഒരു കഥാപാത്രം ഉണ്ടോ? അല്ലെങ്കിൽ അതെ, ഇപ്പൊ ഗബ്ബർ സിംഗ് നമ്മള് ഷോയിലെ കണ്ടപ്പോ ഒബ്വിയസ്ലി മൂപ്പരാ നടത്തം, സ്പെഷ്യൽ എഫക്ട്സ് അന്ന് ആ ഒരു ആ സ്റ്റെപ്സ് എടുക്കുമ്പോ ടക്ക് ടക്ക് കിത്തനേ ആദ്മി ഥേ എന്ന് പറയുമ്പോ നമുക്കൊരു ഇതുണ്ടാവും. कितने आदमी थे सरदार? 2 आदमी थे. യുനോ, അപ്പോ അങ്ങനത്തെ ഗബ്ബർ സിംഗ് അഗൈൻ അംജദ് അങ്കിളിനെ ഞാൻ കണ്ടപ്പോ ഐ വാസ് ലൈക്ക് ഹി സോ ക്യൂട്ട്. ഗുണ്ടുമണി മൂപ്പരെ മോന്റെ കൂടെ ഞാൻ അഭിനയിച്ചു. അങ്ങനെയൊക്കെ അതൊക്കെ. സോ ഇറ്റ് വാസ് ലൈക്ക് എ ഗുഡ് എക്സ്പീരിയൻസ്. പക്ഷെ ഞാൻ പറയുന്നത് ഇതൊക്കെ ബിഫോർ മൂവീസ് ലൈഫിന്റെ മുമ്പേ ഉള്ള ഒരു ഇത്. മലയാള സിനിമ കിടുകിട വിറപ്പിച്ച ഒരു വില്ലൻ ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വില്ലനാണോ?
അദ്ദേഹം ഒരു ദിവസം എൻ്റെ അടുത്ത് ഞാനും അദ്ദേഹം കൂടെ യാത്ര ചെയ്യാണ്. യാത്ര ചെയ്തപ്പം പുള്ളിയുടെ വീട്ടിൽ ഇറക്കിയിട്ട് വേണം എനിക്ക് പോവാൻ. അപ്പൊ എന്നെ പറയടാ ആ ജംഗ്ഷനിൽ നിർത്തണടാ. മലയാള സിനിമയില പിള്ളേരൊക്കെ കരഞ്ഞ വില്ലനാണ്, അയാളെ കാണുമ്പോഴേ കരയും. അവിടെ എന്നെ അവിടെ ഒന്ന് നിർത്തണടാ. ഞാൻ ചെന്ന എനിക്ക് ആട്ടിയ മാവ് ഒരു ഓറ് പാലും വാങ്ങിക്കാം. കുടുംബത്തിൽ പറഞ്ഞാ പിന്നെ എന്നെ അങ്ങനെയൊന്നും പറയും. പിന്നെ എന്തിനാ പറഞ്ഞത്? ആ വില്ലൻ ഇപ്പഴും ബിസ്ക്കറ്റ് കൊടുത്ത ചായയിൽ മുക്കിയ തിന്നും. ഞാൻ ഒരു വില്ലന് വെയിറ്റിംഗ് ആണ്. കളങ്കാവില്ല മമ്മൂക്കയുടെ വില്ലന് അതുപോലെ തന്നെ മണിച്ചേട്ടനും മണിച്ചേട്ടന്റെ തമിഴിലൊക്കെ ആ രാക്ഷസ രാജാവിൽ ഒരു സാധനമുണ്ട്. വിക്കി മന്ത്രിയായിട്ട് വന്നിട്ട് ആ വീട്ടിനകത്ത് കയറി എല്ലാത്തിനും കൂടെ കൊന്നുകളയുന്നുണ്ട്. അത്രയും നേരം ചിരിപ്പിച്ചോണ്ട് നിന്നിട്ട് ഞാൻ പറയാൻ വേണ്ടി ഈ വില്ലന്മാർക്ക് നമുക്ക് ഇങ്ങനെ ഒരുപാട് പേരുകൾ ഉണ്ടെങ്കിലും ചില പേരുകൾ ഉണ്ടാവും സ്ട്രൈക്ക് ചെയ്യുന്ന ആ പേര് തന്നെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്നത്. അതായത് ജഗ്ഗു എന്നുള്ളൊരു പേര് കേൾക്കുമ്പോ അല്ലേ? ജോസ് പ്രകാശ്. ഒരു കാലത്ത് മിമിക്രിയുടെ ഷോക്കാർഡില് ജയന്റെ ഫിഗർ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്തൊരു ജഗ്ഗും കാണും. അങ്ങനെ നിന്നിട്ടില്ല. അതായത് എനിക്ക് ഭയങ്കര മുടിയായിരുന്നു, നല്ല മുടിയുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ജയൻ നിൽക്കുന്നു, അപ്പുറത്ത് ഞാൻ ഒരു കളർ ടീഷർട്ടൊക്കെ ഇട്ട് തലമുടിയൊക്കെ പിരിച്ചിട്ട് ഇവിടെ ഒരു ഉണ്ണിയൊക്കെ വെച്ച് സത്യം ഒരു കളിത്തോക്കം കൊണ്ട് ജഗ്ഗുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഫോട്ടോഷൂട്ടാണ്, പോസ്റ്ററിന്റെ. ലാസ്റ്റ് ഷോക്കാർഡ് അറിയപ്പോ എന്റെ ഫോട്ടോ വലുത്. ആ സത്യം. പ്രോഗ്രാമിന്റെ പേരെന്ന് പറയുമ്പോ ചിന്താമണി ചിരിക്കേസ്. ആ പോസ്റ്റർ ആയിരുന്നു. പിന്നെ ട്രൂപ്പില് ഇപ്പോഴും ആ പോസ്റ്റർ പല വീട്ടിലും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൊച്ചുങ്ങളെ പേടിപ്പിച്ച് ചോറ് കൊടുക്കും. അല്ല ഇവിടെ ഇപ്പൊ ജഗ്ഗുന്റെ ഒരു കോമഡി ആയിട്ട് പറഞ്ഞെങ്കിലും ജഗ്ഗുന്റെ ഫാമിലി ആയിട്ട് ഇവിടെ വരാൻ പോകും. കോമഡി ആണോ സീരിയസ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വെൽക്കം ജഗ്ഗു ആൻഡ് ഫാമിലി. ഡിസ്കോ ശാന്തി, യെസ് ഡാഡി. ഈ ജഗ്ഗുത്തറവട്ടി വീട്ടിൽ സന്ധ്യത്തിന് കൊളുത്തണ്ടേ? ഐ ആം കമ്മിങ് ഡാഡി. ಇದು ನವ ಸುಮಶರ ವಲಯದಲಹರಿ ಪ್ರೀತಿ ಸುಖ ನದಿಯಿಲೊರನುಪಮ ಶಲಭ ആലസം ഒരുങ്ങി വരൂ ഉന്മാദം എന്നുള്ളിൽ തരൂ മധുവിധു നുകരുക നീ ഇതു നവ എന്റെ പീരങ്കി കാവിലമ്മേ കാത്തുള്ളണേ. മോളെ, എന്റെ ജയിലിൽ കിടക്കുന്ന ജഗ്ഗുവിന്റെ വിശേഷത്തുള്ളൂ. നാളെ രാവിലെ പരോള് കിട്ടും ഡാഡി ജഗ്ഗുവിന്. ദൈവമേ കാത്തു രക്ഷിച്ചു. ഡാഡി ഡാഡി, ഞാൻ ജയിൽ ചാടി ചാടി, ഞാൻ ജയിൽ ചാടി ചാടി, ഡാഡി ഞാൻ ജയിൽ ചാടി തോലച്ച്. നാളെയല്ലടാ നിനക്ക് പരോള്. കണ്ടവന്റെ കയ്യിൽ നിന്ന് കയ്യും കാലും പിടിച്ച് പരോളൊപ്പിച്ച 4 മണിക്ക് സ്കൂൾ വിടും. അതിന് 3:55 ക്ലാസ് ഓടിയത്. അല്ല ജഗ്ഗു, എപ്പോഴാ ജയിലിൽ ചാടിയത്? രാവിലെ 9 മണിക്ക്. ഇപ്പൊ സമയം എത്രയായി? 6:30. ഇതുവരെ എവിടെ പോയി കിടക്കായിരുന്നു? എവിടെ പോയി കിടക്കായിരുന്നു? എവിടെ പോയി കിടക്കായിരുന്നു? എവിടെ പോയി കിടക്കായിരുന്നു? ഡാഡി ഞാൻ തിരിച്ചു വീണു. എന്താ ജയിലിലേക്ക്? എന്തേ ഇതിലും ഭേദാണ്. കണ്ടോ ഡാഡി, ഞങ്ങളുടെ മോനെ ഒരു നോക്ക് കാണാതെ ജഗ്ഗു പോവാണെന്ന്. ഡാഡി പറ. മോനെ, അവനെ ഞാൻ വളർത്തിയത് മുടി വളരുന്നോ പോക്കെടുക്കാൻ കൈ വളരുന്നോ എന്നൊക്കെ ഞാനോട് വളർത്തിയത് അറിയാമോ? ഡാഡി അവനിപ്പോ വെടിയൊക്കെ വെക്കുന്നുണ്ടോ ഡാഡി? അരമണിക്കൂർ ഇടവിട്ട്. എന്റെ ജഗ്ഗു അതൊക്കെ പണ്ട്. ഇപ്പൊ ഫുൾ ടൈം ഫോണിലാ. ചോറുണ്ണുമ്പോഴും കാപ്പുടിക്കുമ്പോഴും എഴുന്നേക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം ഫോണില്. ജഗ്ഗുവിനൊരു കാര്യം അറിയോ? എന്താണ്? നമ്മുടെ മോൻ ഫോണിന് അടിമയാണ്. ഓ, ഫോൺ അഡിക്റ്റ്. ഓയ്യാ, എവിടെയാ അവൻ? എവിടെ? എനിക്ക് അവനെ കാണണം. ഇപ്പോഴെങ്കിലും വന്നല്ലോ, നെറ്റ് തീർന്നു കാണും. അതെങ്ങനെ മനസ്സിലായി? അല്ല, ഞങ്ങൾ എപ്പോഴല്ലേ നീ കണ്ടത്, അതുകൊണ്ട് പറഞ്ഞതാ. ഏതാ ഈ കളവൻ? ഇത് നിന്റെ അച്ചാച്ചനാ. ഡബിൾ ഡാഡിയോ? അച്ഛന്റെ അച്ഛനാകുമ്പോ ഡബിൾ അച്ഛൻ. അപ്പൊ നീ ഇതുവരെ അച്ചാച്ചനെ കണ്ടിട്ടില്ലേ മോനെ? ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല. കണ്ടോ, അവൻ ഇപ്പോഴും ഫോണിലാ. ഡാഡി, ഡാഡി 2-3 ദിവസം എവിടെ പോയിരുന്നു ഡാഡി? 2 ദിവസവും? കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ ജയിലിലായിരുന്നടാ, ഇപ്പോഴാണ് ഞാൻ വന്നത്. അയ്യോ, 15 വർഷം 2-3 ദിവസം പോലെ എനിക്ക് തോന്നി. അയ്യോടാ, മോനെ, എനിക്ക് എന്നെ മനസ്സിലായോടാ?
അത് പിന്നെ മനസ്സിലാവൂലേ. സമാധാനം. 3 നേരം ആഹാരം കഴിക്കാൻ വിളിക്കുന്ന സ്ത്രീയല്ലേ? അച്ഛാ, അച്ഛൻ എന്തിനാ അച്ഛാ ജയിലിൽ പോയത്? ഒന്നും പറയണ്ടടാ, ഞാനൊരു തിരക്കഥാകൃത്തിനെ വെടിവെച്ച് കൊന്നിട്ടാണ് ജയിലിൽ പോയത്. എന്തിന്? ആ തിരക്കഥാകൃത്തിന്റെ 18 പടങ്ങളിൽ ഞാൻ ജഗ്ഗുമായിട്ട് അഭിനയിച്ചു. ആ 18 സിനിമയിലും അവൻ എനിക്ക് ഒറ്റ ഡയലോഗ് തന്നുള്ളൂ, യെസ് ബോസ്, അടുത്ത സീനിൽ എന്നെ വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. അപ്പൊ അവനെ ഞാൻ വെടിവെച്ച് കൊല്ലണ്ടാ. അങ്ങനെ കൊന്നിട്ടാണ് മോനെ ഞാൻ ജയിലിൽ പോയത്. ഈ ജഗ്ഗുത്തറവാടിന്റെ അഭിമാനം കാത്തച്ഛാ. അതെ, അച്ഛൻ വെടിവെച്ച് വന്നത് നന്നായി. അമ്മ എനിക്ക് വിശക്കണമ്മ. കൊടമ്പുളി ഇട്ട് പറ്റിച്ച നല്ല മീൻകറി ഉണ്ട്. ഡിസ്കോ, നിന്റെ കുളമ്പുളി വിട്ട് പറ്റിച്ച മീൻകറി കൂട്ടാൻ എനിക്ക് കൊതിയായി. ഞാനും കഴിക്കും കുറച്ച്. അമ്മ, കൊടംപുളി ഇട്ട് പറ്റിച്ച മീൻകറി എന്ന് പറഞ്ഞിട്ട് അതിൽ മീൻകറി ഇല്ല, കൊടംപുളി മാത്രമേ ഉള്ളൂ. അതല്ലേ അമ്മ പറഞ്ഞത്, കൊടമ്പുളി ഇട്ട് പറ്റിച്ച മീൻകറിന്ന്. മീൻകറി ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ പറ്റിച്ചതാണോ? എടാ, നിന്റെ അമ്മേ പറ്റിക്കാൻ ഭയങ്കര മിടുക്കിയ. ഡിസ്കോ പണ്ടെന്നെ ഒരുപാട് പറ്റിച്ചിട്ടുള്ളതാ. അങ്ങനെയാടാ നീ ഉണ്ടായത്. എന്തായാലും എനിക്ക് സന്തോഷമായി. ഇനി ഞാൻ തിരിച്ച് ജയിലിലേക്ക് പോകുന്നില്ല. ഞാൻ ഇവിടെ അങ്ങ് കൂടാൻ പോവാ. എന്റെ പിന്നാലെ പോലീസ് ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ഏതെങ്കിലും റൂമിൽ ഒളിച്ചിരിക്കും. 3 നേരം സമയാസമയങ്ങളിൽ നീ എനിക്ക് ഭക്ഷണം കൊണ്ടു തന്നാ മതി. അതങ്ങ് പള്ളിയിൽ ചെന്ന് പറഞ്ഞാ മതി. എന്തേ? ഈ 2 എണ്ണത്തിന് ഞാൻ എങ്ങനെ പോറ്റി ഉണ്ടാക്കും? ഒരു പറയുടെ ചോറുണ്ണും, അറിയോ? അച്ഛാ, ഏറൂടച്ചാ പുറകിൽ വീർത്തു തന്നെ. 1500 രൂപയുടെ വെടിയുണ്ട വേണം അച്ഛന്, അതറിയോ? ഇനിയെങ്കിലും വെടിവെപ്പൊക്കെ നിർത്തി, ഇത്രയും പ്രായമായില്ലേ. എന്റർടൈൻമെന്റ് വേണ്ടാ. നീ എന്തോത്തിന് ചിരിക്കുവാടാ? ഇവന് 1 മാസം 6000 രൂപയുടെ നെറ്റ് വേണം, അറിയോ? കൊല്ല അവന് ഐഫോൺ എടുക്കണം. ഇതിനൊക്കെ ഞാൻ എവിടെ പോവാനാണ്? അതൊക്കെ ശരി, കാര്യങ്ങൾ എന്തൊക്കെയാ ആയിക്കോട്ടെ. ഞാൻ ഇനി പോവാൻ ആഗ്രഹിക്കുന്നില്ല. ജയിലിലൊക്കെ പഴയ പോലെ അല്ലെന്ന്, പണിയെടുക്കണം. ഡിസ്കോ പണിയെടുത്ത് എന്റെ ഡിസ്ക് തെറ്റിയത്. എടാ, ഒരു കാര്യം പറയട്ടെ. എടാ, ഇവള് കരക്കാരുടെ വീട്ടില് പാത്രം കഴുകിയാണ് കുടുംബം നോക്കിയത്. അത് കാണുമ്പോ എനിക്ക് സങ്കടമുണ്ട്. അന്നാ അച്ഛന് പണിക്ക് പോയിക്കൂടെ? അത് ഓർക്കുമ്പോ എനിക്ക് വിഷമം. അപ്പൊ പണിക്കും പോവില്ല, ഒരു കാര്യത്തിനും ചെയ്യില്ല. എടാ, ഇപ്പൊ പണ്ടത്തെ പോലത്തെ കൊട്ടേഷനും ഒന്നുമില്ല. നമ്മളൊക്കെ ഭയങ്കര തോൽവിയായി. ഈ ജഗ്ഗുമാരൊക്കെ പണിയൊന്നുമില്ല. അപ്പൊ നീ തിരിച്ചു പോടൊന്ന്. അച്ഛൻ അങ്ങനെ നീ ഞാൻ പോവൂല. എന്താ? എനിക്ക് പോവാൻ പറ്റൂല. എന്റെ പൊന്നു ജഗ്ഗു, ഒന്ന് തിരിച്ചു പോ. അതെ, പോലീസാണെന്ന് അയ്യോ. എന്നെ അന്വേഷിച്ചുകൊണ്ടായിരിക്കും. ഞാനകത്ത് ഒളിച്ചിരിക്കാം. എന്നൊറ്റ കൊടുക്കരുത്, എന്നൊറ്റ കൊടുക്കരുത്, എന്നൊറ്റ കൊടുക്കരുത്. എടാ മോനെ, ജഗ്ഗു ഹൗസ്. ഞാനാണ് ഇവിടുത്തെ മൂത്ത ജഗ്ഗു. ഇത് മൂക്കാത്ത ജഗ്ഗുവാണോ? അതല്ല, ഞാനാണ് ഇവിടുത്തെ പ്രായം ചെയ്ത ജഗ്ഗു. അത് ശരി. അതെ. ഞാനൊരു കൊട്ടേഷൻ തരാൻ വന്നതാ. ഒരു മിനിറ്റ്, മ്യൂസിക്. അയ്യോ 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 അയ്യോ, എന്നെ കൊല്ലാനല്ല, വേറൊരാളെ കൊല്ലാൻ കൊട്ടേഷൻ തരാൻ വന്നതാന്ന് പറഞ്ഞതാ. ആരെയാണ് കൊല്ലേണ്ടത്? പറ. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛനെ ഒരാൾ കൊന്നിരുന്നു. അതിന് അയാളെ നിങ്ങൾ തട്ടണം. അത് ഞങ്ങൾ ഏറ്റു. എത്ര രൂപ വേണം? നിങ്ങൾ എന്ത് തരും? 5 ലക്ഷം. 1 ലക്ഷം ഇപ്പൊ അഡ്വാൻസ് ആയിട്ട്. എടാ, എക്കിളുണ്ടെങ്കിൽ വെള്ളം കുടിക്ക്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാ, ഇതിൽ ആളുടെ ഫോട്ടോ ഡീറ്റെയിലും 1 ലക്ഷം രൂപ അഡ്വാൻസ് ഉണ്ട്. കാര്യം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാ മതി. വിളിക്കും. ബാക്കി പൈസ വിളിച്ചിരിക്കും. ഓക്കെ, പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ ശരി ശരി ശരി. ഓക്കെ 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 ഓക്കെ. കണ്ടോടി, എന്റെ മോൻ വന്ന എന്റെ ഐശ്വര്യം കണ്ടോടി. മോനെ ജഗ്ഗു, ഇവിടെ അച്ഛാ. പോലീസ് പോയാ? പോലീസല്ല, ഒരു കൊട്ടേഷൻ എപ്പിക്കുമെന്നാണ്. നമുക്ക് കൊട്ടേഷൻ? പിന്നെ 5 ലക്ഷം രൂപ, അതിൽ 1 ലക്ഷം രൂപ അഡ്വാൻസ്. അതെ, എനിക്ക് നമുക്ക് ഇതൊന്ന് അടിച്ചു പൊളിക്കണം. അടിച്ചു പൊളിച്ചിട്ടുള്ള കാര്യമുള്ളൂ. ജന്മം തോറും നിന്നെ തേടി കേഴുന്നു ഞാൻ ഗാനമാ. മ്യൂസിക് നിർത്തില്ലെങ്കിൽ ഡബിൾ ഡാഡിയുടെ പൊങ്കാല എന്നെടുക്കും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. നമ്മള് ഈ കൊട്ടേഷൻ ഒന്ന് ഉഷാറാക്കാൻ പോകണം. ഉഷാറാക്കിയിരിക്കും. എന്റെ പ്ലാനിങ്ങിലൂടെ കാര്യങ്ങൾ നടക്കുള്ളൂ. തീർച്ചയായിട്ടും എന്റെ മോന്റെ പ്ലാനിങ് പോകും. എന്തായാലും ആ കൊല്ലാൻ പറഞ്ഞ വൃത്തികെട്ടവനെ ഞാനൊന്ന് കാണാം. ഓക്കെ. എന്താ മോനെ? എന്താ മോനെ?
ഒന്നുമില്ലേ? എന്നെ കൊല്ലാനാണ് അവൻ കൊട്ടേഷൻ ഏൽപ്പിച്ചേക്കണത്. ഇവിടെ വന്നു പോയവനെ മനസ്സിലായ ഞാനൊരു തിരക്കഥാകൃത്തിനെ തട്ടിന്ന് പറഞ്ഞില്ലേ, അയാളുടെ മോനാണ്. അയ്യോ അതെ, ഈ കാശും അഡ്വാൻസ് ഒക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് ഈ കൊട്ടേഷനോട് ശരിയാവൂല, അത് കൊടുക്കാൻ പറ്റില്ല നമുക്ക്. അങ്ങനെ തിരിച്ചു കൊടുക്കൊന്നും വേണ്ട. എന്താണത്? നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴേ 5 പൈസക്ക് ഉപകാരം ഉണ്ടായിട്ടില്ല. ഇപ്പൊ നിങ്ങളെ തട്ടി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 5 ലക്ഷം രൂപ കിട്ടുകയും ചെയ്യും, കുടുംബം രക്ഷപ്പെടുകയും ചെയ്യും. അവള് പറഞ്ഞത് തെറ്റ്. എടാ മോനെ, നിന്റെ അമ്മ പറഞ്ഞേട്ടാ എനിക്ക് അടുത്ത മാസം പുതിയ ഫോൺ മേടിക്കണം. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. അല്ലെ സഹോദര, ഈ ജോസിന്റെ കട കൂൾ ബാർ അപ്പുറത്ത് വരുമ്പോ എനിക്ക് ഇത്തിരി സർബത്തോടി വാങ്ങിച്ചോണ്ട് പറഞ്ഞേ. ഈ ജ്യൂസിന്റെ കടയല്ലേ ചോദിച്ചേ? ഈ ജോസിന്റെ കട ഏതാന്ന് ചോദിച്ചേ? ജോസിന്റെ കട അതുകൊണ്ടാ ഇന്ന് ഉദ്ഘാടന കട പുറത്ത് കൊണ്ടാ ജംഗ്ഷനിൽ അവിടെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ജോസിന്റെ പരിചയക്കാരനാ? അല്ലല്ല, ഞാനും ജോസും 1 തൊട്ട് 10 വരെ ഒന്നിച്ച് പഠിച്ചതല്ലേ? ഞാനും ജോസും 1 തൊട്ട് 10 വരെ പഠിച്ചതല്ലേ? അപ്പൊ നീ എന്റെ നിഴലാ. കാളരാജൻ. അതെ, രാജൻ, കാളരാജൻ ഒരുമിച്ച് പഠിച്ചത്. എന്നെ മനസ്സിലായില്ലേ? ഇല്ല. 10ാം ക്ലാസ്സിൽ വെച്ചിട്ട് നിക്കറ കൂടി പെടുത്തേന് മറ്റേ മണിയെ മോട്ടിച്ച് ഇങ്ങനെ വെച്ചോണ്ട് മറച്ചോണ്ട് പോയ സുകുമാരൻ. മണിയ സുകുമാരൻ. എടാ നീ ഓർക്കുന്നുണ്ടോടാ? 10ാം ക്ലാസ്സിൽ വെച്ച് നിനക്ക് ഓട്ടോഗ്രാഫ് വന്നത്? മരിച്ചാലും മറക്കില്ല അളിയ നിന്നെ ഞാനെന്ന്. എന്നിട്ട് അരമണിക്കൂർ എടുത്ത് എന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി. അല്ല എന്താണ് ജോസിന്റെ കടയിൽ നീ? ഒന്നുമില്ലെന്ന്, നമ്മുടെ ചെറുക്കനെ ചെറിയൊരു ജോലിക്ക് വേണ്ടി വന്നതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ചെറുപ്പത്തിൽ പഠിക്കുമ്പോ കളക്ടർ ആകാനല്ലേ ആഗ്രഹം? അതൊക്കെ ചെറുപ്പത്തിൽ ഓരോരോ ആഗ്രഹം. അന്ന് കളക്ടർ ആകാനായിരുന്നു എനിക്ക് ആഗ്രഹം. ഒരു ജില്ല നന്നാക്കേണ്ടവൻ ഇപ്പൊ ഇവിടുന്ന് TV നന്നാക്കിക്കൊണ്ടിരിക്കുക അല്ലേ? അല്ല, നിനക്ക് ഡോക്ടർ ആകണമെന്നായിരുന്നില്ല ആഗ്രഹം? ഡോക്ടർ ആകാനായിരുന്നു ആഗ്രഹം. എന്നിട്ടായാ? ആയില്ല, എന്നാലും ഏതാണ്ട് അതിനടുത്തൊക്കെ വന്നു. ആരായി? രോഗിയായി. പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇല്ലാത്ത സംഭവമൊന്നുമില്ല. കൂടാത്തതിന് ജോസ് പ്രകാശ് ചുമ. ജോസ് പ്രകാശിന്റെ ചുമ? ജോസ് പ്രകാശ് ആരാ? വില്ലൻ ചുമയുണ്ടെന്ന്. അങ്ങനെ ചെറുക്കന് ഒരു പണിയില്ലടാ. ചെറുക്കൻ എന്തെങ്കിലും പണി കിട്ടുമെന്ന് ചോദിക്കാൻ വേണ്ടി ആ ജോസിന്റെ കട കൊണ്ടുവന്ന. അല്ല ചെറുക്കൻ എത്ര വയസ്സായി? അവനിപ്പോ 10-30 വയസ്സായി. 30 വയസ്സായിട്ട് അവന് പണിയൊന്നുമില്ലേ? ഫുൾ ടൈം എനിക്കിട്ട് പണി നിന്ന് നടക്കുന്ന പണിയാണ് അവന്റെ പണി. ഒരു പണിക്കും പോത്തെളിയ അവന് ഭയങ്കര സംശയ. ലോകത്തിലുള്ളതെല്ലാം അവന് സംശയമാണ്. പെണ്ണും പിള്ള റേഷൻ കടയിൽ നിന്ന് അരി മേടിച്ചോണ്ട് വന്നാൽ ചോദിക്കും, ഈ അരിക്കകത്ത് എത്ര അരി ഉണ്ടെന്ന് ചോദിക്കും. സംശയം നല്ലതല്ലേ? ഈ ബുദ്ധിയുള്ളവർക്ക് സംശയം വരുള്ളൂ. ഈ സംശയം ഉണ്ടെങ്കിലേ നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരാൻ പറ്റുള്ളൂ. അവന്റെ സംശയം കാരണം അവന്റെ പെണ്ണും പിള്ള അവനെ ഇട്ടേച്ച് പോയി. അവളിപ്പോ അവിടെ വീട്ടിലെത്തി. ഇവൻ തെണ്ടി തിരിഞ്ഞ് കിടക്കുകയാണ്. ഭാര്യ പോയാ? പിന്നെ ഇവൻ അതുപോലത്തെ സംശയം അളിയാ. എന്റെ സംശയം ഇപ്പൊ അതല്ലേ അളിയാ, ഇവൻ എന്റെ ആണോ എന്നുള്ളതാ എന്റെ സംശയം. നീ സംശയിക്കണ്ട, നിന്റെ ആയിരിക്കൂല, നിന്റെ മോനായിരിക്കും. നീ എന്തിനാ സംശയിക്കണത്? അവനൊരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ വന്നത്. അല്ല, ഈ ജോസ് എന്ന് പറയുന്നത് നീ ആയിട്ട് ചെറുപ്പത്തിലെ ശത്രുയിലാണ്. നീ എന്തിനാ ചെറുക്കൻ ആ കട കൊണ്ടുവരുന്നത്? ജോസ് ഇന്നൊരു കട ഉദ്ഘാടനം ചെയ്ത് നിറഞ്ഞു. ഇന്ന് തന്നെ അതിന്റെ സമാപനം എനിക്ക് കാണണം. അതിനുവേണ്ടി എന്റെ ചെറുക്കനെ കൊണ്ട് നിർത്തുന്നേ. വളർത്ത ദോഷമാണ്. മോനെ നന്നായിട്ട് വളർത്തണം. നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ മോനെ എന്റെ കടയിൽ ഒരാഴ്ച കൊണ്ട് നിർത്ത്. അവനൊടുക്കത്തെ സംശയാട്ടോ. എടാ, അവനെ പഠിപ്പിച്ച് നിന്റെ കൈയോട്ട് തരാം. ഉണ്ണി എവിടെ വരുന്നു? മോനെ, ഇതാണ് അച്ഛന്റെ കൂടെ പഠിച്ച സുകുമാരൻ മാമനാണോ? ഈ മാമനിട്ട് വേണം ഇനി പോവാൻ പണി കൊടുക്കാൻ. അല്ല, മാമന്റെ കടയിൽ നിന്ന് വേണം ഇനി പണി എടുക്കാൻ. മാമ എനിക്കൊരു സംശയം. അങ്ങനെ കുട്ടികളെ വൈക്കോറല്ലേ? എടാ, അവന് ഭയങ്കര സംശയം. സംശയം ബുദ്ധിയുടെ ലക്ഷണമാണെന്ന്. പിന്നെ അച്ഛൻ കയറി കൊടു. മക്കളെ ചോദിച്ചു, മാമൻ പറഞ്ഞുതരാം സംശയം. മാമ, ഈ കറണ്ട് എങ്ങനെയാ ഉണ്ടാവണത്? നല്ല സംശയം. അറിഞ്ഞൂടെങ്കിൽ ചോദിക്കണം. മക്കളെ, വെള്ളത്തിൽ നിന്നാണ് കറണ്ട് ഉണ്ടാക്കണത്. ആണല്ലേ? അപ്പോഴീ വെള്ളം കൊണ്ട് കക്കൂസ് പോകുമ്പോ നമുക്ക് എന്താ കറണ്ട് അടിക്കാത്ത? അതിനുള്ള സംവിധാനമൊക്കെ നമ്മളെ കേരളം കണ്ടുപിടിച്ചിട്ടുണ്ട്. കറണ്ട് അടിക്കൂല. കേരളം കണ്ടുപിടിച്ചിട്ടുണ്ട്, പക്ഷെ അമേരിക്കക്കാർ കണ്ടുപിടിച്ചിട്ടില്ല. അതുകൊണ്ടല്ലേ അവര് ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കുന്നത്. മക്കൾക്ക് മനസ്സിലായില്ല. ഈ വലിയ അണക്കെട്ടുണ്ടല്ലോ, അതിൽ വലിയ പൈപ്പ് കൊടുക്കുന്ന വെള്ളം ശക്തിയായിട്ട് വിടും. വലിയ ടർബൈനില് ഈ വെള്ളം കറക്കിയാണ് ഈ കറണ്ട് ഉണ്ടാക്കുന്നത്. വെള്ളം അടിച്ച് കറക്കിയാണ് കറണ്ട് ഉണ്ടാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അച്ഛൻ്റെ കറണ്ട് ഉണ്ടാക്കാം. 24 മണിക്കൂർ വെള്ളം അടിച്ച് കറങ്ങാൻ അച്ഛന്റെ ജോലി. അച്ഛനുള്ള സംശയം ഉണ്ടോ? അച്ഛൻ സംശയമല്ല മോനെ, ഉത്തരവാണ്. വാഴ വെച്ചാ മതിയായിരുന്നു. അവനെ വൈകുറല്ലേ? നീ പോയി
കറങ്ങിട്ടൊക്കെ വാ. കുമാരാ ഞാൻ പോകുന്നു. യോഗം ഉണ്ട്, നമുക്ക് വീണ്ടും കാണാം. എന്താണ് ആക്കിയ സംസാരം? പറഞ്ഞതേ ഉള്ളൂ, വരാനുള്ള വഴി തങ്ങ. നീ പോയിട്ടോ, അവൻ പോട്ടെ ഇറങ്ങാം. എനിക്ക് ഈ ഡൗട്ട് കൂടുതലാണ്. മക്കളെ അത് കാര്യമില്ലെന്നേ, സംശയം എല്ലാവർക്കും ഉള്ളതാണ്. മക്കളെ എന്തൊരു ഐശ്വര്യമായിട്ട് ഇവിടെ പണിക്ക് കയറാൻ പോവാണ്. അപ്പൊ ഇംഗ്ലീഷൊക്കെ അറിയാമോ? ഇംഗ്ലീഷ് അറിയണോ? എന്നെ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇലക്ട്രിക്കുമായിട്ട് ബന്ധപ്പെട്ട് പണി ചെയ്യുമ്പോ എല്ലാം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇംഗ്ലീഷോട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ. ദാണ്ടെ ടേപ്പ് റെക്കോർഡർ, മിക്സി, ടിവി, ഫ്രിഡ്ജ്, പോസിറ്റീവ് നെഗറ്റീവ്, ഫ്യൂസ്, എന്തിനു പറയണം, ഈ ടെസ്റ്റർ പോലും ഇംഗ്ലീഷിലാണ്. ഐ.സി. ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മൊത്തത്തിൽ ഇംഗ്ലീഷ് നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കണം. ആണല്ലേ? മാമൻ പാരമ്പര്യമായിട്ട് ഇതിൽ തന്നെയാണ്, ഈ കടയിൽ തന്നെയാണ്. പാരമ്പര്യമായിട്ട് എന്റെ കുടുംബമേ ഇലക്ട്രിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയല്ലേ. എന്റെ ഫുൾ പേരെന്ന് അറിയാവോ? ടി.വി. സുകുമാരൻ. ടി.വി. കൊള്ളാം. എന്റെ ഭാര്യയുടെ പേരറിയാമോ? എ.സി. ചന്ദ്രിക. മാമന്റെ മോനുണ്ടാ? മോനില്ല. മോൻ ജനിക്കുമ്പോ ഒരു പേരിടാം. എന്തോന്ന്? CD മനു. ബാക്കി ടിവി മ്യൂസിക് അവിടെ ഉണ്ടല്ലോ. പിന്നെ ചെറുക്കൻ്റെ അടുത്ത് പറയാൻ ആവശ്യമുള്ള CD ഒന്നും കാണല്ലെന്നും കൂടെ. മക്കൾ ഐശ്വര്യമായിട്ടൊന്ന് പണിക്ക് കയറല്ലേ. ഐശ്വര്യമായിട്ട് ഈ ടെസ്റ്റർ അങ്ങോട്ട് കയ്യിലോട്ട് പിടിച്ച് ജോലി കയറിക്കോ. ഭഗവാനെ. മാമ, ഈ ടെസ്റ്റർ കാണുമ്പോ എനിക്ക് വേറെ സംശയം. എന്തൊരു സംശയം? ഈ കറണ്ട് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വേറെ ഒന്നും ഇട്ടാലും ശരിയാവൂല. ടെസ്റ്റ് മാത്രം ഇട്ട് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? നല്ല സംശയം. ടെസ്റ്റ് അവിടെ വയ്ക്കൂ, മക്കളോട് നീങ്ങിക്കൂ, ഇത് കൈയിടൂ. ഇപ്പൊ മനസ്സിലായ നിന്റെ സംശയം? ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റൂല, കാണിച്ചു തരാനേ പറ്റുള്ളൂ. എനിക്ക് സംശയം കൊണ്ടാ. അതെ അതെ അതെ. മക്കളെ വാ, അകത്തൊരു ഫാൻ ഇരിപ്പുണ്ട്, അത് ഞാൻ എടുത്തോണ്ടോ കേട്ടാ. അത് നിനക്ക് അതിന് തന്നെ പണി തരാം. ഓ, ആ ചെറുക്കൻ പറഞ്ഞ നിർത്തേണ്ട, സംശയമാണെന്ന്. എന്തൊക്കെ സംഭവിക്കുന്നോ ദൈവമേ. മാമ, ഈ ഫാൻ കണ്ടപ്പോ എനിക്ക് വേറെ സംശയം. മാമ, അതിന്റെ അടുത്ത സംശയം എന്തോന്ന്? ഫാനിന് എന്തിനാ 3 ചിറവ് 2 ചിറവ് പോലും? മോളിൽ കിടക്കുന്ന ഫാനിനും അങ്ങനെ 3 ചിറവ് 2 ചിറവ് പോലും. മക്കളെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഫാനിനെ ഫാൻ എന്ന് വിളിക്കാൻ വേണ്ടിട്ടാണ് അതിന് 3 ചിറവുള്ളത്. ആണല്ലേ? 2 ചിറവിട്ടാ എന്ത് കുഴപ്പം? 2 ചിറവുണ്ട്, പിന്നെ അതിനെ കിളീന്ന് വിളിച്ചാ പോരെ. ശരിയാ. 3 ചിറവുള്ളതാണ് ഫാൻ എന്ന് വിളിക്കുന്നത്. അതാണ് എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ടാണ്. മക്കളൊരു കാര്യം ചെയ്യും, വന്ന് കയറിയല്ലേ ഉള്ളൂ. മാമന് കഴിക്കാൻ വേണ്ടി കാപ്പി കൊണ്ടുവന്നിട്ടുണ്ട് രാവിലെ. നല്ല അപ്പം മുട്ടക്കറിയുണ്ട്, അതോടെ ചെയ്ത് മുണുങ്ങ് പോ. ചെല്ല്. അത്ര സമയം മുട്ട വാരിരുന്നല്ലെങ്കിൽ ഇവന്റെ വാടഞ്ഞിരിക്കുമല്ലോ. അങ്ങനെയുണ്ടോ സംശയം ചോദിക്കണ ജീവികള്? പുല്ലിനെ നിർത്തണ്ടായിരുന്നു മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. മാമ, ഓ മുട്ട മാമനോട് മക്കളെ കഴിച്ചോ? കഴിക്കാനല്ല പിന്നെ ഈ മുട്ട കണ്ടപ്പോഴാണ് എനിക്ക് വേറെ സംശയം. മാമ, സാധാരണ ഈ പെടക്കോഴിയല്ല മാമ മുട്ട ഇടുന്നത്? ഇന്നലെ അവർ അങ്ങനെ ആയിരുന്നു, വേണേ പറഞ്ഞ മാറ്റാം. ഈ പൂവൻ കോഴി എന്തോ അമ്മ മുട്ട ഇടാത്ത? പൂവൻ കോഴിക്കോ പൈൽസ്, അതിന് മുട്ട ഇട്ടൂടാ. കേട്ടാ, ഇനി സംശയം വേണം. മുട്ട വേടാ. നിനക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടി കാണുമ്പോഴാണ് സംശയം ഇങ്ങനെ കൂടി വരുന്നത്. ഇനി മേലാൽ ഈ ഷോപ്പില് നിന്റെ ഈ കൈ ഉണ്ട്, ഒരൊറ്റ സാധനം തൊട്ട് പോലും. ഈ കൈ ഉണ്ടോ മാമ? ഈ കൈ കണ്ടപ്പോഴാണ് എനിക്ക് വേറെ സാധനം ഓർമ്മ. എന്തോ നമുക്ക് എന്തൊരു അമ്മ 2 കൈ. നമ്മുടെ ശരീരത്തിന് ആവശ്യമില്ലാത്ത ഒരുപാട് ഈ അവയവങ്ങളുണ്ട് അല്ലേ മാമ? ആവശ്യമില്ലാത്ത അവയവങ്ങളുണ്ടെന്ന് ഉണ്ടോ? എന്റെ സംശയം അതാണ്. ആര് പറഞ്ഞ ആവശ്യമില്ലാത്ത അവയവങ്ങളുണ്ടെന്ന്? ഉണ്ട് മാമ, ആവശ്യമില്ലാത്ത ഒരുപാട് അവയവങ്ങൾ നമ്മുടെ ശരീരത്തിൽ. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ആവശ്യമുള്ള അവയവങ്ങളാണ്. അല്ല എടാ, ഓരോ അവയവത്തിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ഈ കണ്ണിന്റെ ഡ്യൂട്ടി എന്താ? കാണാൻ. മൂക്കിന്റെ ഡ്യൂട്ടി എന്താ? മണക്കാൻ. ചെവിയുടെ ഡ്യൂട്ടിയോ? കേൾക്കാൻ. വായുടെ ഡ്യൂട്ടി എന്താ? സംസാരിക്കാൻ. ആണാ? അപ്പൊ അതുപോലെ ഓരോ അവയവത്തിനും ഓരോരോ ഡ്യൂട്ടി ഉണ്ട്. പക്ഷെ അങ്ങനെ ഡ്യൂട്ടി ഇല്ലാത്ത ഒരു അവയവം നമ്മുടെ ശരീരത്തിലുണ്ട്. അതേത് അവയവം? പൊക്കിളിന്റെ ഡ്യൂട്ടി എന്തിനാണ്? ഈ ഫാനിന്റെ റെഗുലേറ്റർ ഇരിക്കും പോലെ ചുമ്മാ അതവിടെ ഇരിക്കേണ്ട കാര്യം എന്തിനാണ്? അല്ല പൊക്കിളിന്റെ ഇത് പറ മാം, പറ പൊക്കിളിന്റെ ഉപയോഗം എന്തിനാണ്? എമർജൻസി. അല്ല പറ പൊക്കിളിന്റെ ഉപയോഗം എന്തിനാണ്? നിന്നൊരു പേപ്പട്ടി കടിച്ചെന്ന് വെച്ചോ, നിന്റെ വായിൽ ഇഞ്ചക്ഷൻ എടുക്കോടാ. എടാ, നിന്റെ പൊക്കള ചുറ്റും തന്നെ 15 ഇഞ്ചക്ഷൻ എടുക്കുന്നത്. അതാണ് പൊക്കളിന്റെ ഡ്യൂട്ടി. തമിഴ് സിനിമയുടെ ആളാണെന്ന് തോന്നുന്നു പൊക്കളി കയറി പിടിച്ചിരിക്കുന്നത്. ഇനി വല്ല സംശയം നീ ചോദിച്ചു കഴിഞ്ഞാ ഞാൻ നിന്റെ പേര് വെച്ചിട്ട് ഞാൻ ഈ ഫാന് കയറി തൂക്കും കേട്ടാ. മനുഷ്യനെ തലപ്പുറം തെടുപ്പിക്കാൻ വേണ്ടിട്ട് എന്തൊരു മക്കളെ നോക്കണത്? മാമ, ഈ സൂര്യനെ ഭൂമിയിലുള്ള സംശയങ്ങളൊക്കെ തീർന്ന് നീ കത്തി കിടക്കുന്ന സൂര്യനെ പിടിച്ചോണ്ട് വരെയാണ്. ഇങ്ങോട്ട് വാ. നീയേ നിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ? മൊബൈൽ അകത്ത് പോയി മൊബൈൽ കണ്ടോണ്ടിരി. പോ. ചെല്ല്. മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി. മാമ, എനിക്ക് വേറെ സംശയം. ഒരു സംശയമില്ല. മാമന്റെ ഹെയർ സ്റ്റൈൽ എന്താ മറ്റേ ടെസ്റ്റ് പണി കഴിഞ്ഞ ആട്ടോറിക്ഷ പോലെ ഇരിക്കണം. ഒരു സംശയമായിട്ട് വന്നോളൂ. അവന്റെ സംശയം തീർത്തു തരാം. ഞാൻ കറണ്ടടുപ്പിച്ച് കൊല്ലും ഞാൻ. പോയാ പുല്ല്. ഇനി വേണം മനസ്സാമാനായിട്ട് വന്നിരുന്ന് പണിയാൻ വേണ്ടിയിട്ട്. എന്നാലും എന്റെ മക്കളെ ഇത്ര കറണ്ട് ബില്ലായത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതാമ്മ ഞാനും ആലോചിക്കണത്. ആകെ 2 റൂം 1 ഹാളല്ലേ നമ്മളെ വീട്ടിലുള്ളൂ. അപ്പഴാ മാമനോട് തന്നെ ചോദിക്കണം. അവനല്ലേ വയറിങ് ചെയ്ത്, അവനെ കൊണ്ട് തന്നെ ഞാൻ ഇനി ഉത്തരം പറയും. അമ്മ നന്നായിട്ട് കൊടുക്കണം. കൊടുക്കൂ.
ഹായ് എന്താ സുഹൃത്ത് ചേച്ചി? അതെന്താടാ സുഗന്ധി ചേച്ചി എന്ന് വിളിച്ചിട്ട് ഒരു വെപ്പ്? വയറ് കയറി ഞാൻ നാറ്റം വന്നു അതുകൊണ്ടാ. എടാ സുകുമാര, എന്റെ വീട്ടില് കറണ്ട് ബില്ല് വന്ന് 8000 രൂപ. നമുക്ക് അടച്ചില്ല ഇതുവരെ. ഇല്ല, നീ കൊണ്ടെത്താ, ഞാൻ കൊണ്ട് അടയ്ക്കാം. ഞാൻ നിങ്ങളെ കറണ്ട് ബില്ല് അടച്ചിട്ട് വേണം എന്റെ ഭാര്യ പറഞ്ഞുണ്ടാക്കാൻ ഞാൻ നിങ്ങളെ വീട്ടിൽ ചെലവിന് കയറണമെന്ന്. അയ്യോ മാമ, അതല്ല. മാമനല്ലേ ഞങ്ങളെ വീട്ടിൽ വയറിങ് ചെയ്തത്. 2 റൂമും 1 ഹാളും മാത്രമേ ഉള്ളൂ. 2 റൂമും 1 ഹാളും 3 മാസം കൊണ്ട് തച്ചിരുന്ന പണി തീർത്തില്ലേ? പണി തീർത്തോ? ഇപ്പൊ ഞങ്ങൾക്ക് കറണ്ട് ബില്ല് 8000 രൂപ. നീ വയറിങ് ചെയ്തിട്ട് എന്തെങ്കിലും ലീക്ക് കാണും, അതാ കറണ്ട് ബില്ല് ഇത്രയും കൂടിയത്. വീട്ടിലെ TV ആരെങ്കിലും കാണാറുണ്ടോ? TV കാണാറുണ്ട്. പിന്നെ എങ്ങനെ കറണ്ട് ബില്ല് കൂടായിരിക്കും? ചുമ്മല്ല, അമ്മ 24 മണിക്കൂറും TV കാണും. അത് പറ. അതിന് കറണ്ട് ബില്ല് കൂടിയത്. അയ്യോടി, അത് കൊള്ളാമല്ലോ. ഞാൻ ഇച്ചിരി നേരം TV കാണുന്നതുകൊണ്ടാണോ കറണ്ട് ബില്ല് കൂടിയത്? കൂടും ചേച്ചി. ചേച്ചി പറഞ്ഞുതരാം. ഈ സാധാരണ പൊടി കണ്ടു കഴിഞ്ഞാൽ ഇത് കറണ്ട് ബില്ല് കൂടൂല. ചേച്ചി സീരിയൽ ഏതാ കാണുന്നത്? മെഗാ സീരിയല്. മെഗാ സീരിയലാണോ? അപ്പൊ മെഗാ വാട്ടല്ലേ കയറി വരുന്നത്, കറണ്ട് ബില്ല് കൂടൂലേ? മെഗാ സീരിയൽ കണ്ടിട്ടാണ് കറണ്ട് ബില്ല് കൂടുന്നത്. കൂടും. അമ്മ എന്താ കറണ്ട് ബില്ല് കൂട്ടിയത്? ഈ ടിവിയിൽ മെഗാ സീരിയൽ കണ്ടാൽ മാത്രമേ കറണ്ട് ബില്ല് കൂടത്തുള്ളൂ. അങ്ങനെ കണ്ടാൽ മാത്രം കിട്ടും. മൊബൈൽ വല്ല ഉപയോഗിക്കും? മൊബൈല് അങ്ങനെ വരട്ടെ, മൊബൈൽ ഉപയോഗിക്കുവാ. 24 മണിക്കൂറും മൊബൈലിൽ ഇരുന്ന് തോണ്ടൊക്കെ വേണം. അപ്പൊ കറണ്ട് ബില്ല് കൂടും. അതിന് ഞാനായിട്ട് റീൽസ് കണ്ടെന്ന് പറഞ്ഞ അധികം കറണ്ട് ബില്ലൊന്നും വരൂല. കൂടും. റീൽസ് എങ്ങനെയാ കാണുന്നത്? മൊബൈൽ വെച്ച് തോണ്ടി മോളോട്ടാക്കി തന്നെ റീൽസ് കാണുന്നത്. അങ്ങനെ തോണ്ടി മോളോട്ട് കാണുമ്പോഴത്തേക്കും ഇത് ചാർജ് ഇങ്ങനെ കൂടിക്കൊണ്ട് മോളിലോട്ട് വരും. മൊബൈൽ കണ്ടിട്ടൊന്നുമല്ല. മാമന് അറിയാമോ, കഴിഞ്ഞ ആഴ്ച ഇൻഡക്ഷൻ കുക്കറിൽ അമ്മ വെള്ളം വെച്ചിട്ട് പോയിരുന്ന സീരിയൽ കണ്ട് ആ വെള്ളം മൊത്തം വറ്റിപ്പോയില്ലേ? ഞാൻ ചുമക്ക് തിപ്പൂരം വെള്ളം ചൂടാക്കിയതാണ് ഇവക്ക് കുഴപ്പം. അപ്പൊ ഇവള് മുടി പുഴുങ്ങണേന് ഒട്ടും കറണ്ട് ബില്ലാകുന്നില്ലേ? എടാ, ഇവൾ ആവിക്കൊന്ന് വേവിക്കും, അത് കഴിഞ്ഞ് ചൂടടുപ്പിച്ചൊന്ന് വേവിക്കും, ഇത് കഴിഞ്ഞ് ഇങ്ങനെ തേച്ചൊന്ന് വേവിക്കും, എന്നിട്ട് 1000 മുടി 2000 മുടിയായിട്ട് ഇങ്ങനെ നിർത്തും. എന്റെ പൊന്ന് പൃഥ്വിരാജ് മാമ. സുകുമാര മാമ, ഞാൻ ചെറുപ്പക്കാരിയല്ലേ, ഒന്ന് പുറത്ത് പോകുമ്പോ മുടിയൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് പോണ്ടേ? അതിനിപ്പോ അമ്മയ്ക്ക് എന്താ? അതുകൊണ്ടാ കറണ്ട് ബില്ല് കൂടണത്. കറണ്ട് ബില്ല് കൂടാനൊക്കെ ഐഡിയ മാമൻ പറഞ്ഞുതരാം. മക്കളിനെ ഒരു വലിയൊരു വയറെടുത്തിട്ട് പ്ലഗ് കൊടുത്തിട്ട് അതിന്റെ ന്യൂട്രൺ ബേസും കൈ ഇങ്ങനെ പിടിച്ചാൽ മതി, മുടി ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലോട്ട് വെക്കും. കണ്ടുകൊണ്ട് ചേച്ചി പോയി ചെയ്യല്, ചേച്ചി സ്ട്രെയിറ്റ് ആയി പോവും. സമാനായില്ലേ? പിന്നെ അങ്ങനെ ചെയ്താൽ മതി. ഓ, നിനക്ക് ഇതൊക്കെ വീട്ടിൽ വന്നൊന്നും പറഞ്ഞു തരരുതോ? ഇലക്ട്രിക് സംഭവങ്ങളായിട്ടുള്ള കാര്യങ്ങൾ, ചില കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞുതരാം, ചില കാര്യങ്ങൾ ഓഫീസിൽ തന്നെ പറഞ്ഞാലേ പറഞ്ഞുതരാൻ പറ്റും. ഓ, വലിയ ഉപകാരം കേട്ടാ. അപ്പൊ നീ ഇനി മൊബൈൽ തിരിച്ചു പിടിക്കണം, ഞാൻ ഇനി കോമഡി പരിപാടിയും പോവാ. ഫേസ് ആയിട്ട് വന്നാണ് ന്യൂട്രലായിട്ട് അങ്ങ് പോയി, എന്നെ കൊന്നു മറിച്ചേനെ പുല്ല്. നമുക്കല്ല സംശയം ഉണ്ടെങ്കിൽ തീർത്തല്ലേ പറ്റൂ. അങ്ങനെ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. സംശയം ഉണ്ടെങ്കിൽ തീർത്തേ പറ്റുള്ള, ഞാൻ തീർക്കാൻ ചെയ്യും. അടുത്ത സംശയമായിട്ട് പറയണം. അല്ല സംശയമല്ല, ഈ യൂട്യൂബിൽ കാണുന്ന സാധനങ്ങളെല്ലാം ഉണ്ടാക്കാൻ പറ്റുമോ മാമ? പിന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുമോ? പറ്റൂല്ലേ? പക്ഷെ ഉണ്ടാക്കി കണ്ടുണ്ടാക്കി. കാരണം ഇതിൽ പറയുന്ന കാര്യങ്ങളല്ലേ ഈ കടയുടെ പുറത്തുണ്ടായിരുന്നു. ഇത്രയും കഴിവുള്ളവരാണ് നീ. മക്കൾ എന്താ ഉണ്ടാക്കിയത്? ഒരു ഫീസ് വെളിയിൽ കിടന്ന് അതിനെടുത്ത് വെച്ച് യൂട്യൂബിൽ കണ്ട് അതെടുത്ത് വെച്ച് കൊള്ളാം. ഇതിന് ഐസി ഒക്കെ വെച്ചിരിക്കുന്നു. അതും ബാക്കിലുണ്ടായിരുന്നു, അതും എടുത്ത് വെച്ച് വയർ കണക്ട് ചെയ്ത് എല്ലാം കറക്റ്റ് യൂട്യൂബിലുണ്ടല്ലോ. ഡിജിറ്റൽ ക്ലോക്ക് വെച്ചിരിക്കുന്നു. അത് ടൈം പീസ് ഒക്കെ അവിടെ കിടന്നത് അതെല്ലാം കൂടെ എടുത്ത് സെറ്റ് ചെയ്ത് എല്ലാം കറക്റ്റ് ആയിരുന്നു. മക്കളെ യൂട്യൂബിൽ കണ്ട് പഠിച്ചിട്ട് അതിന്റെ പേരെന്തോന്ന് പറഞ്ഞു യൂട്യൂബില്? അതിൽ പറയണ ബോംബ് ഉണ്ടാക്കണം. എങ്ങനെ? അയ്യോ, അങ്ങനെ പൊട്ടൂല, അത് ഓണാക്കിയാലേ പറ്റുള്ളൂ. അതെങ്ങനെ മാമ? ചില കാര്യങ്ങൾ പറഞ്ഞു തന്നാ മനസ്സിലാവില്ല. മാമ ആദ്യം പറഞ്ഞ കാണിച്ചു തരണം. ഇങ്ങനെ 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. Ladies and gentlemen, presenting before you the one and only നമ്മുടെ സ്വന്തം മെന്റലിസ്റ്റ് ശ്രീരാജ് പാറക്കൽ. എന്തോ സംഭവമായിട്ട് വന്നിരിക്കുകയാണ്. അല്ല, ഞാനിങ്ങനെ മൊത്തത്തില് ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ എല്ലാവർക്കും ഒരു വലിയ ഹായ്. ഓക്കെ എലീന, എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്. ആഗ്രഹം ഞാൻ പറയാം. ഈ മെന്റലിസം എന്ന് പറയുന്നത് മിക്കവാറും ഇമാജിനേഷനും റിയാലിറ്റിയും കൂടെ ഒരുമിച്ച് പിന്നെ രണ്ടായിട്ട് പോകുന്നതാണല്ലോ. ആദ്യം നമ്മൾ ഇമാജിൻ ചെയ്യും, പിന്നെ അത് റിയാലിറ്റിയിൽ സംഭവിക്കും. നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഇമാജിനേഷനും റിയാലിറ്റിയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയാലോ? അറ്റ് ടൈം രണ്ടും കൂടെ കൊണ്ടുപോയാലോ? പോവായിരിക്കും അല്ലേ? പോവാൻ എന്തോന്ന്. എന്നാലും ശരി, ഞാൻ പറയാം. ഓക്കെ എലീന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ രണ്ടുപേരും കൂടെ ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ പോയിട്ട്
ഭക്ഷണം കഴിക്കുന്നു, ശരി. ഇത് ഇമാജിനേഷൻ. ഓക്കെ, എലീന പൈസ കൊടുക്കുന്നു, ഇത് റിയാലിറ്റി. ആ റിയാലിറ്റി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ശരി, ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചുമ്മാ ഒരു ഇമാജിനേഷനിലേക്ക് പോവാം. റിയാലിറ്റിയിൽ ഞാൻ പൈസ കൊടുക്കാം. ശരി, ഓക്കെ. അപ്പൊ എന്റെ കയ്യില് ഒരു മെനു കാർഡ് ഉണ്ട് എലീന. ഓക്കെ, അപ്പൊ ഈ ആക്ട് കാണുന്ന പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ടായിരിക്കണം ഇത് കാണുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പ്രേക്ഷകർക്ക് നമ്മളോടൊപ്പം simultaneously അതെ അതെ അതെ, അവർക്കും ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ അവരെയും കൂടെ നമുക്ക് നിങ്ങളും ചെയ്തോന്നാ, ഫോണില്ലയോ? പ്രേക്ഷകരും ഫോൺ എടുത്തു. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ എല്ലാവരോടും ഇവിടെ അപ്പറ്റൈസേഴ്സ്, ഗ്രാൻഡ് ഡെലീഷ്യസ് എന്ന് പറഞ്ഞ് പല വെറൈറ്റി ഓഫ് ഡിഷസ് ഉണ്ടല്ലോ. ഇതെല്ലാം ഡിഫറെന്റ് ആണെന്ന് ഇവരെ ഒന്ന് ബോധ്യപ്പെടുത്തുക. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള പല പ്രൈസ് ടാഗിലുള്ള ഡിഷസ് ആണ്. ഓക്കെ, വിൽ സ്റ്റാർട്ട് വിത്ത് അപ്പറ്റൈസേഴ്സ്. ഓ, അങ്ങനെയുണ്ടോ? അതെ. ഗ്രീൻ സാലഡ് 240, കോൺ സൂപ്പ് 255, 280, ക്രീം ഓഫ് സൗത്ത്. ഇതിനകത്ത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്. എത്രയാണ്? 280. ഓക്കെ, കാൽക്കുലേറ്ററിൽ ഒന്ന് ആഡ് ചെയ്യാം. 280 എന്നുള്ള. ഓക്കെ, അടുത്ത ഡിഷ് എന്ന് പറഞ്ഞാൽ ബ്ലൂ പ്ലേറ്റ് സ്പെഷ്യൽ ആണ്. ഓക്കെ, ഇതിനകത്ത് വീണ്ടും കുറെ സംഭവങ്ങളുണ്ട്, വായിച്ചാൽ മനസ്സിലാവുമല്ലോ. അപ്പൊ പിന്നെ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്തോളൂ, ഇഷ്ടമുള്ള. ഓക്കെ, ഇതിന് എത്രയാണ്? 285. അപ്പൊ നേരത്തെ ഉള്ളതിന്റെ കൂടെ ഒരു 285 കൂടെ ആഡ് ചെയ്യാം. വേണ്ട, നമുക്ക് അടുത്തേക്ക് പോവാം. പൈസ ആൻഡ് കേക്ക് ഇഷ്ടമല്ലേ? ശരി, അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് എടുത്തോളൂ. റാസ്ബെറി കേക്ക് 255. ഓക്കെ, 555. ഇനി ലാസ്റ്റിൽ നമ്മൾ റിഫ്രഷിംഗ് ഡ്രിങ്ക്സിലേക്ക് പോവാണ്. നിങ്ങളെല്ലാം ആഡ് ചെയ്യുന്നുണ്ടല്ലോ, ഒരേ പ്രൈസ് റേഞ്ച്. ഓക്കെ, റിഫ്രഷിംഗ് ഡ്രിങ്ക്സിലേക്ക് പോവാണെങ്കിൽ നമുക്ക് ഇത് കുറച്ച് ഹെൽത്തി ആക്കി. ഓക്കെ, ഫ്രഷ് ലെമനേഡ് എത്രയാണ്? 220. ഓക്കെ, അപ്പൊ ഈ 220യും കൂടെ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ എത്ര രൂപയാകും എന്നൊന്ന് പറയാമോ? 1040. 1040. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. എലിനക്ക് നന്നായിട്ട് അറിയാമായിരിക്കും, കാരണം എനിക്കറിയാമായിരുന്നു ഇല്ല ഇതായിരിക്കും സംഭവിക്കാന്നുള്ളത്. സോ 1040 rupees ഞാൻ ഓൾറെഡി കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് 1040 രൂപ ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എലീന, അത് ഈ ബോക്സിലുണ്ട്, എലിനയ്ക്ക് എടുക്കാം. ദിസ് ഈസ് ദ ഫസ്റ്റ് ആക്ട്, ഹിയർ കംസ് എ സർപ്രൈസ്. തുറന്നു നോക്കിക്കോളൂ 1040 രൂപയുണ്ടോ എന്നുള്ളത്. രൂപ. 100 rupees മിസ്സിംഗ്. നോ 540 അല്ലേ? 500 മിസ്സിംഗ് ആണോ? അല്ല, 1040 അല്ലേ പറഞ്ഞത്? 1040. ഇല്ല, ഇറ്റ്സ് ഓക്കെ. 500 മിസ്സിംഗ് ആണല്ലേ? 500 ഇല്ല. ഇപ്പം ഇതിനകത്ത് ഇപ്പൊ റീടേക്ക് ഇല്ലാത്ത സംഭവമാണല്ലോ. ശരി, ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങനെ തന്നെ പോവാം. എലീന, സപ്പോസ് ഇത് റിയാലിറ്റിയിൽ ഇപ്പൊ ഇമാജിനേഷൻ ആയിരുന്നല്ലോ, ഇതിപ്പോ റിയാലിറ്റിയിലാണ് സംഭവിക്കുന്നെങ്കിൽ നമ്മൾ ഒരാളെടുത്ത് GPay ചെയ്യാനായിട്ട് പറയും. പക്ഷേ GPay ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, എലീന, നമ്മൾ ഒരാളിനെ നമ്മൾ ഇവിടുന്ന് വിളിക്കുകയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. എലീന നേരെ ശ്വേത ചേച്ചി വിളിക്കാന്ന് ഇമാജിൻ ചെയ്യാം. റിയാലിറ്റിയിൽ ശ്വേത ചേച്ചി ഫ്ലോറിലേക്ക് വരണം. ചേച്ചിയെ ഞങ്ങൾ ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്, ഒന്ന് ഫ്ലോറിലേക്ക് വരാമോ? ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട്. ശ്വേത ചേച്ചി, സത്യം പറയാം ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഒരു ചെറിയ സഹായം പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരു 500 രൂപയുടെ കുറവുണ്ട്. അപ്പോ എലീന നേരെ ശ്വേത ചേച്ചിയെ വിളിക്കുകയാണ്. ശ്വേത ചേച്ചി ഒരു 500 രൂപ ഞങ്ങൾക്ക് തരണം. പക്ഷേ 500 രൂപ തരുന്നതിന് മുമ്പ് ഇമാജിൻ ചെയ്യാ, ശ്വേത ചേച്ചി നേരെ ATM-ലേക്ക് പോവാണ്. ഓക്കെ, ATM-ലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം GPay ഒന്നും വർക്ക് ചെയ്യുന്നില്ലല്ലോ. ശ്വേത ചേച്ചി നേരെ ATM മെഷീനിൽ പോയിട്ട് ATM കാർഡ് അങ്ങോട്ട് എൻ്റർ ചെയ്തിട്ട് അതിന്റെ പിൻ നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ആർക്കും അറിയാത്ത ഒരു പിൻ നമ്പർ. എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ലല്ലോ, അർത്ഥം പറയാല്ലേ? എലിനക്ക് എന്തായാലും അറിയില്ല. ശ്വേത ചേച്ചി ജസ്റ്റ് ആ കൈ ഒന്ന് നീട്ടാമോ? എന്റെ കണ്ണിലേക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിന്റെ ഫസ്റ്റ് ഡിജിറ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് ഒന്ന് പ്രസ് ചെയ്യാം. ഓക്കെ, 8. ഓക്കെ, ശ്വേത ചേച്ചി എന്റെ സെക്കൻഡ് ഡിജിറ്റ്. 6. 6 ആണോ? തേർഡ് ഡിജിറ്റ് ഈസ് 4. No, it's 5. And it's 28652. Is there pin number? Yes ആണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. Yes. ATM pin number, right? ഒന്നുകൂടെ പറഞ്ഞേ. 8652. കാർഡ് എടുത്തോ? അല്ല, ഭയങ്കര ഒരു സീനാട്ടോ ഇങ്ങനെ. അതെ, എനിക്ക് തോന്നുന്നു അവർക്ക് അത് പെട്ടെന്ന് മനസ്സിലായില്ല. ശരി, ഒരു കാര്യം ചെയ്യാം. ഇപ്പോ ശ്വേത ചേച്ചി 500 രൂപ എടുത്തു. ഓക്കെ, ഈ പൈസ നേരെ ശ്വേത ചേച്ചി കൊടുക്കാൻ പോകുന്നത് അഖിലിന്റെ അടുത്താണ്. നമുക്ക് 500 രൂപയുടെ കുറവല്ലേ? അപ്പോ അഖിലിന്റെ കയ്യിൽ 500 രൂപ എടുക്കാറുണ്ടാവോ ശ്വേത ചേച്ചി തന്ന പൈസ? ഓക്കെ, സോ ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വരാം. ഓക്കെ അഖിൽ,
ഓക്കെ ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അഖിൽ തൽക്കാലം ഈ 2 കൈയും ഇങ്ങനെ ഒന്ന് വെച്ചേ. ഓക്കെ, ഞാൻ അഖിലിന്റെ കയ്യിലേക്ക് ഇത് വെച്ചതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. കാരണം ഇവിടെ നിന്ന് ഞാൻ ഈ പൈസ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നു. എടുത്തിട്ട് ഈ ബോക്സിൽ, അഖിലിന്റെ മുന്നിൽ വെച്ച് തന്നെ ഈ ബോക്സിലേക്ക് നമ്മൾ ഈ എമൗണ്ട് ഒന്ന് വെക്കുകയാണ്. ഓക്കെ, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഈ എമൗണ്ടിൽ തൊടുന്നില്ല. ഓക്കെ, വെച്ചല്ലോ? വെച്ചു. കാര്യം ഈ അഖിൽ തന്ന ഈ എമൗണ്ട് ഞാൻ അതേ രീതിയിൽ കൊണ്ടുവന്ന് ഇവിടെ ശ്വേത ചേച്ചിയുടെ അടുത്തേക്ക് ജസ്റ്റ് കൊണ്ടുവരുവാണ്. സോ ശ്വേത ചേച്ചി, അഖിൽ കൊണ്ടുവന്ന ആ എമൗണ്ട്, ജസ്റ്റ് ആ 500 rupees എൻ്റെ കൈവശമുള്ളത് ഞാൻ തൊടുന്നില്ല. ഞാൻ ശ്വേത ചേച്ചിയുടെ കയ്യിലേക്ക് തരുവാണ്. എടുക്കട്ടെ? ആ, എടുത്തോളൂ. എടുത്തിട്ട് ഈ സംഭവം അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഓക്കെ, അവിടെയും തീരുന്നില്ല. അഖിലിന് ഇപ്പൊ 500 rupees കിട്ടിയല്ലോ. അഖില് നേരെ ഈ എമൗണ്ടും കൊണ്ട് വരാനായിട്ട് തുടങ്ങുമ്പോ നേരെ നോബിച്ചേട്ടനെ വിളിക്കുന്നത്, അല്ലെങ്കിൽ നോബിച്ചേട്ടൻ അടുത്തുണ്ടെന്ന് വിചാരിക്കുക. അഖിലും നോബിച്ചേട്ടനും കൂടെയാണ് ശ്വേത ചേച്ചി തന്ന ഈ 500-ഉമായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത്, ഇവരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ എലിയുടെ അടുത്തേക്ക് വരുന്നത്. ഈ സമയത്ത് നോബിച്ചേട്ടൻ വെറുതെ ഒന്ന് ഒരു വാച്ചിൽ സമയം ഒന്ന് നോക്കുന്നു. റാൻഡമായിട്ട്, ഇപ്പോഴല്ല, റാൻഡമായിട്ടൊരു സമയം മനസ്സിലുണ്ടെങ്കിൽ ആ സമയം ഒന്ന് പറയാമോ? 6:54. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇമാജിനേഷനും എത്രയായിരുന്നു നോബിച്ചേട്ടാ? 6:54. റാൻഡമായിട്ട് വന്നൊരു ടൈം അല്ലേ? കാര്യം ചില സമയത്ത് റിയാലിറ്റിയിലും ഇമാജിനേഷനിലും ഒരു സംഭവം വരും. ബിക്കോസ് ഇറ്റ് ഈസ് 6:54 എന്ന് പറയുന്ന ഒരു സംഭവം. നോബിച്ചേട്ടാ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ ഈ ടൈം? നോബിച്ചേട്ടാ മനപ്പുറം ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് 54 എന്നുള്ള 4 വന്നത്. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഒരു സമയം പോലും മാറാതെ ഇറ്റ് ഈസ് 6:54 എന്ന് പറയുന്ന ഒരു സമയം ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 രൂപയുടെ കുറവുണ്ട്. സമയം നമുക്ക് വന്നു. ATM-ന്റെ ഒരു പിൻ നമ്പർ 8652 എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ട്. ഒരു നോട്ടും കയ്യിലുണ്ട് അല്ലേ? ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്കും പെട്ടെന്ന് എന്തോ ഒരു ടെൻഷൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് എന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാറുണ്ട്. ഇത് പ്രഡിക്ഷനോ സംഭവങ്ങളൊന്നും അല്ല. ഇന്നലെ എന്റെ ലൈഫിൽ നടന്ന ഒരു സംഭവം ഞാൻ ചുമ്മാ ഒരു ചാർട്ട് പേപ്പറിനകത്ത് എഴുതി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ചുമ്മാ ഒരു ചാർട്ട് പേപ്പറിനകത്ത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് തുറക്കുന്നില്ല. എലിനെ ഒന്ന് എടുക്കാമോ? എടുക്കണോ? എടുത്തോളൂ. എഴുതിയേക്കുവാണല്ലോ. അതിനകത്ത് എന്തോ എഴുതിയിട്ടുണ്ട്. അതിന് മുമ്പ് ശ്വേത ചേച്ചി, ഇത് തുറക്കുന്നതിന് മുമ്പ് എലീന ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ചില കാര്യങ്ങള് സംഭവിക്കേണ്ട സമയത്ത്, നടക്കേണ്ടുന്ന സമയത്ത് ചെല്ലേണ്ടുന്ന വ്യക്തികളെടുത്ത് ചില സാധനങ്ങൾ ചെല്ലും എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു പ്രമാണം. എല്ലാ നോട്ടിനും ഒരു സീരിയൽ നമ്പർ ഉണ്ട്. ആ സീരിയൽ നമ്പർ പിന്നെ റിപ്പീറ്റ് ആവില്ല. ഓക്കെ, അഖില് തന്ന നോട്ടിലും ഇതുപോലൊരു സീരിയൽ നമ്പർ ഉണ്ട്. ഓക്കെ, നമുക്കറിയില്ല ഇത്. കാര്യം അഖിലിന്റെ കയ്യിൽ വന്ന ഒരു സീരിയൽ നമ്പർ ഉണ്ട്. അത് ശ്വേത ചേച്ചിയുടെ കയ്യിലാണല്ലോ. ഞാനത് എടുത്തിട്ടില്ലല്ലോ. ശ്വേത ചേച്ചി ഒരു കാര്യം ചെയ്യുക, 500 രൂപയും കൂടെ ഒന്ന് എടുത്ത് ഒന്ന് കയ്യിൽ വെച്ചിട്ട് ആ സീരിയൽ നമ്പർ വെറുതെ ഒന്ന് നോക്കിക്കോളൂ. ഈ സമയം എലീന, എന്റെ ലൈഫിൽ ഇന്നലെ സംഭവിച്ച കാര്യം ഇവർക്ക് വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാമോ? Okay, you want me to read it? Yes. All right, ഇതിൽ എഴുതിയേക്കുന്നത് ഇതാണ്. Yesterday I woke up at 6:54 AM and found 500 rupees beside me. The serial number of the currency was wait. ഒന്ന് വായിച്ചത് 04446 അടിച്ചു മോനെ. അതേ സീരിയൽ നമ്പറാ. കറൻസിയുടെ സീരിയൽ നമ്പർ പറഞ്ഞേക്കുന്നത് 04446 ഇതെന്തായാലും റിപ്പീറ്റ് ആവൂല. കാര്യം കറൻസിക്ക് ഒരു നമ്പരേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ കള്ളനോട്ട് വല്ലതും ആയിരിക്കണം. അല്ലല്ലോ. പക്ഷെ ഇതിൽ വേറൊരു നഗ്നസത്യം എഴുതിയിട്ടുണ്ട്. I took the money, went in my car with the vehicle number KL25H8652. It's your password. അതായത് ഈ പൈസയും കൊണ്ട് വെഹിക്കിൾ നമ്പർ KL25H8652 to a restaurant and had food. അതായത് റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. എന്നിട്ട് ബിൽ എമൗണ്ട് ആണ് പറഞ്ഞിരിക്കുന്നത് 1040. അതായത് ചേച്ചിയെ ഇത് അതെന്റെ പാസ്വേഡ് അല്ലെ, പിൻ നമ്പർ നമ്പറാണ്. ശ്വേത ചേച്ചിയുടെ പാസ്വേഡ് ഉണ്ട്. അഖിൽ തന്ന കറൻസിയുടെ പിൻ നമ്പർ ഉണ്ട്.
സംഭവം ഇത്രേ ഉള്ളൂ. നോബി ചേട്ടൻ പറഞ്ഞ ടൈം ദാ ഓൾറെഡി ഇവിടെയുണ്ട്. അതുപോലെ തന്നെ അഖിൽ നമുക്ക് തന്ന റാൻഡം ആയിട്ട് ഒരു 500 രൂപ നോട്ടിന്റെ സീരിയൽ നമ്പർ ദാ ഇവിടെയുണ്ട്. ചേച്ചിയുടെ പിൻ നമ്പർ ഇവിടെയുണ്ട് 8652 എന്നുള്ളത്. ഓൾസോ റാൻഡം ആയിട്ട് ഞാൻ ഫുഡ് സെലക്ട് ചെയ്ത് പറഞ്ഞതിന്റെ ടോട്ടൽ എമൗണ്ടും ദാ ഇവിടെയുണ്ട്. ഇതൊക്കെ 1040 ഇന്നലെ ചെയ്തതുമാണ് നമ്മളിപ്പോഴും. ഇത് ഇവിടെ ആയിരുന്നു, ഇതിലായിരുന്നു എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. It's amazing. എങ്ങനെയാണ് like you worked on it or എങ്ങനെ? How do you do it? അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സയൻസിന്റെ സഹായത്തോട് ചെയ്യുന്ന ഒരു ആർട്ട് മാത്രമാണ്. ഇതൊരു പെർഫോമിംഗ് ആർട്ട് മാത്രമാണ്. അപ്പോ എല്ലാ കലകളെയും പോലെ ഓഡിയൻസിന്റെ മനസ്സിൽ അതിശയം ജനിപ്പിക്കുക എന്ന് പറയുന്നതും ഒരു കലയുടെ ഒരു ഭാഗമാണല്ലോ. ചില സമയത്ത് ലൈക്ക് ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ചെസ് പോലുള്ള ഗെയിംസ് ഇവിടെയൊക്കെ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ലേ? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ലോട്ടറി എടുക്കുക. അല്ല, അതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ മുന്നിൽ വരുന്ന വ്യക്തികള്, ആ സാഹചര്യങ്ങള്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതി ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ പറഞ്ഞ ഗെയിംസ് ഒക്കെ എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടൊക്കെ കളിക്കുന്ന ഒരു ഗെയിമാണ്. പക്ഷെ ഇത് എന്റർടൈനിങ്ങിന്റെ ഭാഗമായതുകൊണ്ട് അവിടെ അതത്ര വർക്ക്ഔട്ട് ആവുമെന്ന് പേഴ്സണലി തോന്നുന്നില്ല. ഞാൻ ബേസിക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനാണ്. അപ്പോ TCM ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡാണ് ഞാൻ. അപ്പൊ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് പഠിപ്പിക്കാനായിട്ട് അവരെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തൊരു സംഭവമാണിത്. പക്ഷെ അവരുടെ മുമ്പിൽ മെന്റലിസം പഠിച്ചാൽ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പഠിപ്പിക്കേണ്ടത് മാത്രമേ പഠിപ്പിക്കാറുള്ളൂ. അടിപൊളി. എന്തായാലും വീണ്ടും ഇവിടെ വന്ന് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് തന്നതിന് ഒരുപാട് സന്തോഷമുണ്ട്. സ്ഥലം എവിടെയായിരുന്നു? വിളക്കുടി എന്നാണ് സ്ഥലത്തിന്റെ പേര്. കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂര് പോകുന്ന വഴിക്കാണ്. അടിപൊളിയായിരുന്നു. അപ്പൊ എന്തായാലും നമുക്ക് തിരിച്ച് മെന്റലിസത്തിൽ കൂടെ ഒരു സർപ്രൈസ് ആയിട്ടുള്ള സാധനം തരാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ മനസ്സിൽ പറയുന്നത് ലണ്ടൻ ക്ലാസിക്കിന്റെ ഒരു ഷർട്ട് വേണം എന്നാണ് മനസ്സിൽ പറയുന്നത്. ആണോ അല്ലയോ? ഏറെക്കുറെ. ഞാനത് മനസ്സിലാക്കിയിരിക്കാണ്. ചേച്ചി നമുക്കതങ്ങ് കൊടുത്താലോ? എന്റെ മെന്റലിസം ഇരുപത് സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. പലപ്പോഴും നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്ന മെസ്സേജസിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യും. പക്ഷെ നമ്മുടെ പ്രേക്ഷകരായിട്ട് കുറച്ചുകൂടെ നമ്മൾ ക്ലോസ് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറില്ലേ? ഉണ്ട്. എന്തോ ഒരു പണി വരാൻ പോവാണ് മക്കളെ, എന്തോ ഒരു പണി വരാൻ പോവാണ്. അവർ ചിന്തിച്ച കുറച്ച് കാര്യങ്ങൾ അവർ കമന്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് നമ്മളെ പറ്റി അത് വേണോ ഗ്രൂപ്പിലിട്ടാ പോരെ? നമ്മളങ്ങനെ ഗ്രൂപ്പിലിട്ടിട്ട് എന്തിനു നമ്മൾ അങ്ങനെ ചെയ്യണം? ജസ്റ്റ് ഫോർ ഫൺ. അവരറിയട്ടെ നമ്മളത് കാണുന്നുണ്ട് എന്നുള്ളത്. നിങ്ങൾ തന്നിരിക്കുന്ന ആ സ്നേഹം ഞങ്ങൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഇവിടെ ഇപ്പൊ കാണിക്കും. എന്നിട്ട് ഓരോന്നും നമുക്കത് വായിച്ച് കമന്റ് കൊണ്ട് നമ്മളെ തോപ്പിക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. ആരുടെയാണ് ആദ്യത്തെ കമന്റ് നമുക്ക് നോക്കിയാലോ? അയ്യോ നോബി എല്ലാ എപ്പിസോഡും ഡയാനെ കളിയാക്കുന്നത് ശരിയല്ല. അടുത്ത എപ്പിസോഡിലെങ്കിലും നന്നായി കളിയാക്കുന്നത് കാണാൻ കാത്തിരിക്കുന്നു. ഫോട്ടോ നോക്കി നോവിച്ചിട്ടുണ്ട്. അത് എഴുതിയേക്കണ ഹമീദ് എന്ന് പറയുന്ന ആള്. ബ്ലാക്ക് സ്റ്റാൻഡർ ആണ്. ഓക്കെ ബ്ലാക്ക് സ്റ്റാൻഡർ, താങ്കൾ പറഞ്ഞിരിക്കുന്ന കത്ത് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ അടുത്ത എപ്പിസോഡ് അത് ചെയ്യുന്നതായിരിക്കും. അടുത്ത് നോക്കാം. ഡയാനയുടെ കല്യാണം കഴിഞ്ഞത് അറിഞ്ഞതിൽ സന്തോഷം. അമീന്റെ വിഷമത്തിൽ പങ്കുചേരുന്നു. എടാ ദേവിക അജിത്താട്ടോ. ഓ, അമീന്റെ വലിയ ഫാൻ ഗേളും ആയിരിക്കും. ഗേൾഫ്രണ്ടും ആകാം, ഞങ്ങൾക്കറിയാൻ പാടില്ലേ എന്താണായിരിക്കും ദേവിക. അടുത്ത കമന്റ് വായിച്ചു നോക്കാം. ഓക്കെ. കർത്താവേ, അഖിലിനുള്ളതാണ്. അഖിലേട്ടാ കൊള്ളാം, ഒന്നും പറയാനില്ല. ഞാൻ വല്ലതും പറഞ്ഞാൽ കൂടി പോകും. ഇങ്ങനെയായിരുന്നു അഖില ഇരുന്ന് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോ? തുടങ്ങി രണ്ടാമത്തെ ഷെഡ്യൂൾ ആണ്. എങ്കിൽ അടുത്ത നമുക്ക് നോക്കാം. ഇനി അടുത്ത നമുക്ക് അഖിലിനെ റോസ്റ്റ് ചെയ്യാം. നെക്സ്റ്റ്, ശ്രീവിദ്യ ചേച്ചി ഇഷ്ടം. എന്റെ അമ്മൂമ്മ ചേച്ചിയെ പോലെയാണ്. മണ്ടത്തരമേ പറയും.
ഇങ്ങനെ മറ്റേ സീൻ എന്ത് വേണമെങ്കിലും പറഞ്ഞ പോലെ ഞാനിവിടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ പടത്തില് തേങ്ങ അതല്ലേ നിന്നെ സപ്പോർട്ട് ചെയ്ത് പുഴുത്ത് നിൽക്കുകയാണ് ഞാൻ അവിടെ. അടുത്തത് നോക്കാം. അഖിലേട്ടാ ഹാർട്ട് 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 ഈ ലവ് കണ്ടിട്ട് പുറകെ വരണ്ട, എന്റെ പേര് ഭരത്. അയ്യോ എന്നാ അവന് തെറ്റി. അത് കണ്ടുവരെ ചേട്ടൻ ഞാനേ- അല്ല, ഞാൻ ഭാരതി എന്നാണ് വിചാരിച്ചത്. കൊള്ളായിരുന്നു കേട്ടോ, അത് സൂപ്പർ. അത് നല്ല ഫേസ്ബുക്കിലാ കണ്ടിട്ട് യൂട്യൂബിലാ കണ്ടില്ല. ഓക്കെ നെക്സ്റ്റ്. നോബി ചേട്ടന്റെ തമാശകൾ തകർക്കുന്നുണ്ട്. ആര് ചിരിച്ചില്ലെങ്കിലും നോബി ചേട്ടൻ ചിരിക്കുന്നുണ്ടല്ലോ. അതായത് ഈ കമന്റ് അയച്ചിരിക്കുന്നത് അജിൻ ജോസ് മിസ്റ്റർ 6080 ആണ്. അതായിരിക്കും എനിക്ക് സന്തോഷമുള്ള. ഞാൻ ആര് ചിരിച്ചില്ല, ഞാൻ ചിരിക്കും. നോബിച്ചേട്ടന്റെ ചിരി കണ്ട് നമ്മൾ ചിരിക്കും. അതെ അത് കറക്റ്റാ. ഓക്കെ നെക്സ്റ്റ്. എലീന നന്നായി ഞാൻ വായിക്കടി. വേണ്ട. എലീന നന്നായി സംസാരിക്കുന്നു. ആ സംസാരം നിർത്തിയിട്ട് ആങ്കറിംഗിൽ ശ്രദ്ധിക്കും. സന്തോഷായാലോ? താങ്ക് യു. ഒരെണ്ണം കൂടെ കണ്ടാലോ? റാണിയുണ്ടോ? വരട്ടെ. ചേച്ചി ഇങ്ങനെ കെട്ടിപ്പിടിക്കല്ലേ, ഒരു ഹഗ് കിട്ടാൻ ആഗ്രഹം. കരയുന്നടാ. സ്പെഷ്യൽ ചേച്ചി എന്ന് പറയുന്ന വ്യക്തിയാണ്. എന്തായാലും കൊള്ളാം. ഇതുപോലത്തെ രസകരമായ കമന്റുകൾ വായിക്കാൻ സാധിച്ചതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങൾ ഇതുപോലെയൊക്കെ കമന്റ് ചെയ്യുക, ഇതുപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു തുണ എന്ന് പറയുന്നത്. ഇങ്ങനത്തെ കമന്റ്സ് നമുക്കും ഭയങ്കര ഇഷ്ടമാണ് വായിക്കാൻ. ആർക്കൊരു ദ്രോഹവും ഇല്ല. പോസിറ്റീവ് ആയിട്ട് വരുമ്പോ നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ്. കാത്തിരിക്കും. ഇപ്പൊ ഒറ്റ കാര്യം പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അങ്ങ് പോയാലോ പ്രേക്ഷകർക്ക് വേണ്ടി. We love you all so much. Love you all. Saying good night. Bye bye. Take care. Ta-da. Bye. Good night.